തൃശൂർ പൊയ്യയിൽ പാമ്പ് കടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡോക്ടർക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കുട്ടിക്ക് ആൻറ്റിവെനം സമയത്ത് നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം. അന്വേഷണ റിപ്പോർട്ട് 24 കിട്ടി. ആസ്പത്രി മുഴുവൻ ഒരു 5-6 ചാലങ്ങളായിട്ട് ഓടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒപ്പ് ടിക്കറ്റ് എടുത്ത് തിരിച്ച് ക്യാഷ് വാലറ്റിൽ വന്നപ്പോൾ പറഞ്ഞ് ഡോക്ടർ ഇരിക്കുന്ന ക്യാബിനിൽ ചെന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറുടെ ക്യാബിനിൽ ചെന്നപ്പോൾ ഒരു രോഗിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ശ്വാസം മുട്ടിൻ്റെ മരുന്ന് എഴുതി. എൻ്റെ ഓക്സിജൻ ലെവൽ കുറയുന്നു കണ്ടപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പോയി ആസ്പത്രി ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറയണത് ആൻറ്റിവെണ്ണല്ല കുത്തിയേക്കണേ, അവരൊരു വേറെ എന്ത് ശ്വാസം മുട്ടിൻ്റെ മരുന്നാണ് കുത്തിയേക്കണേ, അതുകൊണ്ട് ആണ് ആൻറ്റിവെൺ കുത്തിയിരുന്നെങ്കിൽ കൊച്ചിനെ കിട്ടിയേനെന്ന് അവിടുത്തെ ഡോക്ടർ പറയണതാണ് ഞങ്ങൾ കേട്ടത്. സൂരജ് സജയ് തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, ശരിക്കും ഈ ആൻറ്റിവെനം കുത്തിവെക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഈ ഡോക്ടർ നമ്മോട് സംസാരിച്ചോ? ഈ ഡോക്ടറെ സംബന്ധിച്ച് അന്നും ഇദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ പാമ്പുകടി ഏറ്റാണ് ഈ കുട്ടി ഇവിടെ എത്തിയതെന്ന് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ നേരത്തെയും വിശദീകരിച്ച കാര്യം. പക്ഷേ അന്ന് തന്നെ ഈ കുട്ടിക്ക് ഗുരുതരമായ ഒരു ചികിത്സ നൽകുന്നതിൽ ഒരു അലംഭാവം ഉണ്ടായി എന്ന തരത്തിൽ വിമർശനങ്ങളും പരാതികളും ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് ഈ കുട്ടിക്ക് സമയത്ത് ആൻറ്റിവെനം നൽകിയില്ല എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ഈ ആശുപത്രിയിൽ പാലിച്ച നടപടിക്രമത്തിലടക്കം ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നും ഈ സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഈ പാമ്പുകടി ഏറ്റ് ഗുരുതരാവസ്ഥയിൽ ഈ കുട്ടിയെ എത്തിച്ചതിന് ശേഷം ഈ ചീട്ടെടുക്കാൻ വേണ്ടി ബന്ധുക്കളെ പലകുറി അതിലൂടെ നടത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ ചീട്ട് കൊണ്ടുവരുന്നവരെ ഈ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചു. ഈ കുട്ടി മണ്ണുവാരി കളിക്കുന്നതിനിടയിലാണ് ഈ കയ്യിൽ പാമ്പുകടി ഏൽക്കുന്നത്. ഈ കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും ചേർന്നാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ സമയത്ത് അവർ ഈ കുട്ടിക്ക് പാമ്പുകടി ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവർ മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. പിതാവ് വിദേശത്തായിരുന്നു. വിദേശത്തുനിന്ന് പിതാവ് ഫോണിൽ വിളിച്ച് ഡോക്ടറോട് ഈ കാര്യം ധരിപ്പിച്ചെങ്കിൽ പോലും ഈ ആൻറ്റിവെനം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് നൽകിയില്ല എന്നുള്ളതാണ് അന്ന് കുടുംബം ഉയർത്തിയ പരാതി. ആ പരാതി ശരിവെക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് വന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെയും ഒരു നടപടിയും ഈ ഡോക്ടർക്കെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കടുത്ത പ്രതിഷേധമായി കുടുംബം ഉയർത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം വലിയ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ ആശുപത്രിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളത്. SK